ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വസുന്ധര പറഞ്ഞ പ്രകാരം പ്രണവ് പാർവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് സോപ്പിട്ട് സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഗൗതമിനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കാൻ വേണ്ടി. പ്രണവ് ഗൗതമിനെ എടാ പോടാ ഗൗതം എന്നൊക്കെ വിളിച്ചിരുന്ന പ്രണവ് പാർവതിയോട് സംസാരിക്കുമ്പോൾ എപ്പോഴും വായിൽ ഏട്ടൻ ഏട്ടൻ എന്നുള്ള വാക്കുകളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പാർവതി പറയാണ്, ഏട്ടനോട് ഞാൻ പറഞ്ഞ് നിനക്ക് ഒപ്പിട്ട് വാങ്ങിച്ചു തരുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നീ തന്നെ നിൻ്റെ ഏട്ടനോട് നേരിട്ട് ചോദിക്കുന്നതല്ലേ. നിൻ്റെ ഏട്ടനോട് നീ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവൻ ഉറപ്പായും അത് ചെയ്തു തരും. നീ കാര്യങ്ങളൊക്കെ വിശദമായി ഗൗതമിനോട് പറഞ്ഞു കൊടുത്താൽ ഒരു എതിർപ്പും കൂടാതെ നിനക്ക് ആവശ്യപ്പെട്ടതുപോലെ അവൻ ഒപ്പിട്ട് തരികയും ചെയ്യും. നീ എന്തൊക്കെ തന്നെ ഗൗതമിനോട് കാണിച്ചാലും പ്രവർത്തിച്ചാലും പറഞ്ഞാലും അവൻ അതൊന്നും ആരുമാക്കി എടുക്കില്ല. അതാണ് അവൻ്റെ ഗുണം. പിന്നെ അവൻ നീ എന്ത് തന്നെ ചെയ്താലും അവൻ ഒരു കുഞ്ഞനിയൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അവൻ കണക്കാക്കൂ. അതാണ് ഗൗതം. അത്ര സ്നേഹമാണ് അവൻ്റെ കുഞ്ഞനിയനോട് എന്ന് പറഞ്ഞപ്പോൾ പ്രണവ് നല്ല സന്തോഷിക്കുകയാണ്. എങ്കിൽ അമ്മ ഞാൻ ഇപ്പം തന്നെ അവിടേക്ക് വരട്ടെ, എന്നിട്ട് അമ്മ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞതോടെ പാർവതി പറയണേ, ഗൗതം ഒപ്പിട്ട് തരും എന്നുള്ളതിൽ യാതൊരു സംശയവും എനിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, ഞാൻ ഇവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഗൗതമിനെ കൊണ്ട് അങ്ങനെ ഒരു ഒപ്പ് നിനക്ക് ഞാൻ വാങ്ങിച്ചു തരില്ലടാ. നീ ഇപ്പോൾ എന്നോട് സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് എത്രമാത്രം അധികം നീ ഒരു 100 വട്ടമെങ്കിലും ഏട്ടൻ ഏട്ടൻ എന്ന് പറഞ്ഞല്ലോ. നീ എന്തായാലും അതപ്പതിച്ചു എന്ന് എനിക്കറിയാം. ഒരു കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, സ്വന്തം കാര്യം നേടാൻ വേണ്ടി നീ ഏതറ്റം വരെ പോകുമെന്നുള്ളത് ഇപ്പോൾ എനിക്ക് പൂർണ്ണമായി മനസ്സിലായി. എൻ്റെ വായിൽ നിന്നും ഏട്ടൻ എന്നുള്ള വാക്കൊക്കെ വരുമടാ. ചതിയിലൂടെ അവൻ്റെ കയ്യിലുള്ള സ്വത്തുക്കളൊക്കെ നീ തട്ടിയെടുത്ത് സ്വന്തമാക്കിയപ്പോൾ എനിക്കിപ്പോൾ നിന്റെ ഏട്ടൻ്റെ ഒപ്പുകൂടി ആവശ്യം വേണം. അതിനുവേണ്ടി നീ എന്ത് തരം താന്ന പണിയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഈ മോഹം നടക്കുമെന്ന് ഒരിക്കലും നീ പ്രതീക്ഷിക്കേണ്ടടാ. അതിന് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ലടാ. അപ്പോഴത്തേക്കും നിധി അവിടേക്ക് നിർമ്മലാൻ്റെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പാർവതി ഇങ്ങനെ ഫോണിൽ ചൂടായി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ നിധി കേട്ടോണ്ടാണ് വരുന്നത്. അയ്യോ അമ്മ ഇപ്പോൾ ഫോണിലായിരുന്നോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും വെക്കടാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അപ്പോൾ നിധി അമ്മ ഫോണിലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ പാർവതി നിധിയോട് സംസാരിക്കുന്നതെല്ലാം പ്രണവ് കേൾക്കുന്നുണ്ട്, ഫോൺ കട്ടാക്കാതെ. അപ്പോൾ പാർവതി പറയാണ്, അതോ ആരാന്നറിയില്ല, ഏതോ ഒരുത്തനാണ് അമ്മയാണോ അച്ഛനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്പർ മാറി വിളിച്ചതാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം പ്രണവ് കേൾക്കുന്നുണ്ട്. അമ്മ നല്ല കലിപ്പിലാണെന്നുള്ളതും ഇനിയിപ്പോൾ ഒപ്പ് ഒരിക്കലും കിട്ടില്ല എന്നുള്ള ആ ഒരു നിരാശയോട് കൂടിയാണ് പ്രണവ് നിൽക്കുന്നത്. അങ്ങനെ നിധി പറയണ, അല്ല നിർമ്മലാൻ്റെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ നിർമ്മല നിന്ന നിൽപ്പ് കുളിച്ചുകൊണ്ട് അവൾ അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സാധനം. നീ എന്താ ഇത്ര നേരം വൈകിയത്? ഒരു പാക്കറ്റ് പാല് വാങ്ങാൻ പോയിട്ട് ഇത്ര നേരം വൈകിയത്? അത് പിന്നെ അമ്മയെ പാല് ഇറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ അവിടെ കാത്തു നിന്നത് എന്ന് പറയണം. എങ്കിൽ നീ വാ എന്ന് പറഞ്ഞ് പാർവതി കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പാർവതിയുടെ സംസാരത്തിൽ ഒരു സംശയം തോന്നുകയാണ്. അങ്ങനെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രണവിൻ്റെ നമ്പറും പ്രണവ് എന്ന് കാണുമ്പോൾ അപ്പോൾ പ്രണവിനോടായിരുന്നു അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയം പ്രണവാണെങ്കിൽ വീട്ടിലെത്തി മൂക്കറ്റം കള്ളു കുടിക്കുകയാണ്. എന്നിട്ട് ഹൈടെക്കിൻ്റെ മാനേജർ സംസാരിച്ചതും സുന്ദര മാനേജർക്ക് വാക്ക് കൊടുത്തതും ഗൗതമിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞതും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നിരാശയോട് കൂടിയിട്ടാണ് ആലോചിക്കുന്നത്. അപ്പോഴാണ് കള്ളു കുടിക്കുന്നത് കണ്ടുകൊണ്ട് ശിവാനി അവിടേക്ക് വരുന്നത്. ഇതെന്ത് പറ്റി പ്രണവ്? വീട്ടിനകത്തും ഇനിയിപ്പോൾ കള്ളു കുടിക്കാൻ ഒരുങ്ങുകയാണോ? അനുവാദം തന്നു എന്ന് കരുതിയിട്ട് ഇതിപ്പോൾ ശീലമാക്കാനാണോ പ്രണവ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പ്രണവ് പറയണേ, ശിവാനി എനിക്ക് കുറച്ച് സമാധാനം തായോ, ഞാൻ ആകെ ടെൻഷനിലാണ്. ഹൈടെക്കിൻ്റെ പ്രോജക്റ്റ് നഷ്ടപ്പെടുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. 500 കോടിയുടെ പ്രോജക്റ്റ് ആയിരുന്നു. ഗൗതം കമ്പനിയിൽ നിന്നും പോയപ്പോൾ ഇപ്പോൾ ആ പ്രോജക്റ്റ് പോയി എന്ന് പറഞ്ഞ് പലവരും എന്നെ കളിയാക്കുകയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ആ ടെൻഷനിലാണ്. അപ്പോൾ ശിവാനി നിനക്കിതൊന്നും അറിയില്ല, നിനക്ക് എന്തറിയാം എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രണവ് ഇപ്പോൾ എന്നോടുണ്ടോ എന്തെങ്കിലും കാര്യം പറയാറ്? എന്നെ ഇപ്പോൾ ഒരു ഭാര്യയായിട്ട് പോലും പ്രണവ് കാണുന്നില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ആ വസുന്ധരാൻ്റിയോടല്ലേ. പിന്നെ എങ്ങനെയാണ് എനിക്കെല്ലാ കാര്യം അറിയുന്നത്? എന്താണ് കാര്യം എന്ന് വെച്ചാൽ പ്രണവ് എന്നോട് അത് പറ. അങ്ങനെ പ്രണവ് കാര്യം പറയുകയാണ്. ഗൗതമിൻ്റെ ഒപ്പ് വേണം, എങ്കിൽ മാത്രമാണ് 500 കോടി രൂപയുടെ ആ പ്രൊജക്റ്റ് എനിക്ക് ലഭിക്കൂ എന്ന് കേട്ടതോടെ ശിവാനി പറയണ, അതിനാണോ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എങ്കിൽ ആ ഒപ്പ് ഞാൻ വാങ്ങിച്ചു തരാം. എന്താ ശിവാനി നീ പറയുന്നത്? അതെ പ്രണവ്, ഗൗതമിൻ്റെ ഒപ്പ് കിട്ടിയാൽ പോരെ, അത് ഞാൻ ഏറ്റു. പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട്. എന്ത് ഡിമാൻഡാണ് എനിക്കുള്ളത്? നീ എന്ത് വില പിടിപ്പുള്ളത് ചോദിച്ചാലും ഞാൻ അത് വാങ്ങിച്ചു തരും. അപ്പോൾ ശിവാനി പറയണേ, എനിക്ക് ഒരു വില പിടിച്ച സാധനങ്ങളും വേണ്ട, 1 രൂപ പോലും കാശിന് ചെലവില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത്. എന്ത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധരാൻ്റി ഇനി മുതൽ ആ കമ്പനിയിൽ വരാൻ പാടില്ല. ഗൗതമിൻ്റെ ഒപ്പിട്ട് കിട്ടിയാൽ പിന്നെ വസുന്ധരാൻ്റിയെ കമ്പനിയുടെ പടി ചവിട്ടാൻ പോലും നീ സമ്മതിക്കരുത്. അതിന് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രണവ് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് പ്രണവ്
പറയണേ ശരി, എനിക്കതിന് സമ്മതമാണ്. എനിക്ക് ഈ പ്രോജക്റ്റ് 500 കോടി രൂപയുടെ ഈ പ്രോജക്റ്റ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വസുന്ധര ആൻറ്റിയെ കമ്പനിയുടെ പുറത്താക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ ശിവാനിക്കും സന്തോഷമാവാണ്. ഒപ്പിട്ട് വാങ്ങുന്ന കാര്യം ഞാനും ഏറ്റു എന്ന് പറയട്ടോ. പിന്നീട് നിർമ്മല ആലോചിച്ച് നിൽക്കുമ്പോൾ നിധി അവിടേക്ക് വരികയാണ്. എന്നിട്ട് നിധി ചോദിക്കണേ, എന്ത് പറ്റി ആൻറ്റിക്ക്, എന്താ പറ്റിയത്? ആൻറ്റി ഇപ്പോൾ എന്താണെന്നറിയില്ലല്ലോ, വല്ലാത്ത മൂഡ് ഓഫിലാണല്ലോ, ആൻറ്റി തനിച്ച് നിൽക്കുന്നു, എന്തെങ്കിലും എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടോ? അപ്പോൾ നിർമ്മല പറയണേ, നിധിയിൽ നിന്നും എനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല നിധി. കാരണം എൻ്റെ മകൻ എവിടെയാണെന്ന് പോലും അറിയാത്ത സമയത്തും എനിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സമയത്തും എനിക്ക് എൻ്റെ ജീവിതം പോലും തിരിച്ചു തന്നവളാണ് നീ. അങ്ങനത്തെ നിന്നിൽ നിന്നും എനിക്ക് എന്ത് മറച്ചു വെക്കാനാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി ഇനി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നിധിയോട് പറയണേ, ഇന്നലെ രാത്രിയിൽ എനിക്ക് ഒരുപാട് തവണ CKC എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴൊന്നും ഫോൺ എടുത്തില്ല. അവസാനം ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ CKCയുടെ ഫോൺ എടുത്തു. അപ്പോൾ അയാൾ എന്നോട് ആവശ്യപ്പെട്ടത് എന്നോട് അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. എനിക്ക് നിർമ്മലയോട് ഒരു കാര്യം പറയാനുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അയാളോട് പറഞ്ഞത് വരില്ല എന്നാണ്. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞത് നീ എവിടെയാണെങ്കിലും താമസിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ച് നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അമ്പലത്തിലേക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ഞാൻ തനിച്ച് അമ്പലത്തിലേക്ക് ചെന്നത്. അങ്ങനെ ഞാനും CKCയും അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടി. ആ സമയത്ത് ഞാൻ പ്രതീക്ഷിക്കാത്ത CKCയാണ് ഞാൻ അവിടെ കണ്ടത്. അയാൾക്ക് വല്ലാത്ത കുറ്റബോധമായിരുന്നു. എന്നോടും എൻ്റെ മോനോടും ചെയ്ത ദ്രോഹത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് എണ്ണി പറഞ്ഞ് അയാൾ മാപ്പ് ചോദിക്കുകയാണ് ചെയ്തത്. എൻ്റെ കാല് പിടിക്കാൻ പോലും CKCക്ക് ഒരു മടിയും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് CKCയെക്കുറിച്ച് നിർമ്മല വിശദമായിട്ട് തന്നെ നിധിക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഇതൊരു നമ്പറാണ് എന്നുള്ളത് നിർമ്മലയ്ക്ക് മനസ്സിലാകുന്നില്ല. CKC സ്വന്തം മകൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു നമ്പർ ഇറക്കുന്നതാണ് എന്ന് നിർമ്മലയ്ക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ CKC നിർമ്മലയോട് നല്ല വിഷമത്തോടു കൂടി പറയുകയാണ്, ഞാൻ ഇനി അധിക കാലം ജീവിച്ചിരിക്കില്ല. എനിക്ക് ഇനി ആയുസ്സുകൾ എണ്ണി തുടങ്ങുന്നതാണ്. എനിക്കിനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കഴിയില്ല. അങ്ങനെ ഒരു അസുഖമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം തന്നെ എനിക്ക് തിരിച്ചടി കിട്ടുകയും ചെയ്തു. പക്ഷേ നിന്നോടും എൻ്റെ മോനോടും ഞാൻ ചെയ്ത തെറ്റ് അത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റാണെന്നുള്ളതും എനിക്കറിയാം. നീ എന്നോട് ജീവിതത്തിൽ ആകെ ആവശ്യപ്പെട്ടത് 2 കാര്യങ്ങൾ മാത്രമായിരുന്നു. ഒന്ന്, നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ എൻ്റെ മുന്നിൽ വന്ന് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിത്തരാനാണ് നീ ഒന്നാമത് ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാനത് നിരസിച്ച് ആ താലി വലിച്ചെറിയുകയാണ് ചെയ്തത്. രണ്ടാമത് നീ എന്നോട് ആവശ്യപ്പെട്ടത് ഒരിക്കലും നിധിയെയും ഗൗതമിനെയും ദ്രോഹിക്കരുത് എന്നാണ്. നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല. നിനക്കൊരു പക്ഷേ അവരോട് അത്രമാത്രം അധികം തീർത്താ തീരാത്ത കടപ്പാടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ 2 കാര്യമാണ് നീ എന്നോട് എൻ്റെ ജീവിതത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ നിന്നോട് ഞാൻ ചെയ്തത് വളരെ വലിയ ദ്രോഹമാണ്. ജ്യോതിർമയെയും ജ്യോതിർമയുടെ സ്വത്തും കണ്ട് ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞു. നിന്റെ സ്നേഹം ആത്മാർത്ഥതയുള്ള സ്നേഹമാണെന്ന് പോലും ഞാൻ മനസ്സിലാക്കാതെ നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. നിന്നെയും കുഞ്ഞിനെയും കൊല്ലാൻ വരെ ഞാൻ ആവശ്യപ്പെട്ടു. നിന്റെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പല ദ്രോഹങ്ങളും ഞാൻ നിന്നോട് ചെയ്തു. പക്ഷേ ജ്യോതിർമയെ കല്യാണം കഴിച്ച് 30 വർഷത്തോളം ഞങ്ങളുടെ ജീവിതം അത് സന്തോഷകരമായ ജീവിതമൊന്നുമല്ല. നിന്റെ ആത്മാർത്ഥമായ സ്നേഹം അത് ഞാൻ കണ്ടില്ല എന്ന് വെച്ചു. അതിനുള്ള ശിക്ഷയും തിരിച്ചടിയുമാണ് എനിക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിന്നോട് ആകെ പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും എനിക്ക് കുറച്ച് നാളുകൾ സന്തോഷത്തോടു കൂടി എല്ലാ സുഖവും സൗകര്യവും എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് നിന്നോടൊപ്പവും മോനോടൊപ്പവും ഒന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതോടെ നിർമ്മലയ്ക്ക് ഇത് നിങ്ങൾ പറയുന്നത് നുണയാണോ എന്നുള്ള കാര്യം നിർമ്മലയ്ക്ക് പെട്ടെന്ന് ചിന്തിക്കാണ്ട്. അപ്പോൾ നിർമ്മല പറയണേ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ജ്യോതിർമയോട് പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചതോടെ പെട്ടെന്ന് CKC അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ നിർമ്മല പറയണേ, നിനക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജ്യോതിർമയോട് പറയാൻ ജ്യോതിർമയുടെ മുന്നിൽ വെച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ CKC പെട്ടെന്ന് കുഴഞ്ഞു പോകട്ടോ. അപ്പോൾ CKC പറയണേ, എനിക്കൊരു പേടിയുമില്ല ജ്യോതിർമയോട് ഇക്കാര്യങ്ങളൊക്കെ പറയാൻ, എനിക്കൊരു മടിയുമില്ല. എനിക്ക് ജ്യോതിർമയും ആ സ്വത്തും എല്ലാം ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. പക്ഷേ നിർമ്മല, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ജ്യോതിർമയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, എനിക്കതിലൊരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞാൽ ഉറപ്പായും ജ്യോതിർമയി നിങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് മാത്രമാണ് ജ്യോതിർമയിൽ നിന്നും ഞാൻ ഈ സത്യം മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ടപ്പോൾ നിർമ്മല, CKC പറയുന്നതിലും കാര്യമുണ്ട്. കാരണം ജ്യോതിർമയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കും അറിയാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്.